സൗദി അറേബ്യയിലെ ഫാമിലി വിസിറ്റ് വിസ നമുക്ക് ഓൺലൈൻ വഴി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പല ആളുകൾക്കും എറർ വരുന്നുണ്ട്. മിക്കപ്പോഴും ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇൻഷുറൻസ് ആക്റ്റീവ് ആവുന്നത്. ചിലപ്പോൾ ഇൻഷുറൻസിൽ ചെറിയ പ്രശ്നങ്ങൾ കാരണം വേറെ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം ഫാമിലി വിസിറ്റ് വിസ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 180 ഡേയ്സിന് ശേഷമാണ്. ഇത് സെക്കൻഡ് ടൈം ആണ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എറർ ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഇൻഷുറൻസ് എടുക്കാം, ഫീസ് എങ്ങനെ അടയ്ക്കാം, വിസ എക്സ്റ്റൻഷൻ എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാം. വീഡിയോ ഉപകാരപ്രദമായും തോന്നിയാൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എന്ന് പറയുന്നത് അറേബ്യൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. അതിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ താഴെ കാണാം എക്സ്റ്റെൻഡ് വിസിറ്റ് വിസ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് പാസ്പോർട്ട് നമ്പറും വിസ നമ്പറും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി അപ്ഷർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ വിസ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പാസ്പോർട്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം വിസ നമ്പർ നമുക്ക് അപ്ഷറിൽ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം അതിലോട്ട് പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഞാനിതിൽ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഞാനിതിൽ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്തുള്ള പേജിലേക്ക് വരും. ഇത് ഇവിടെ പോളിസി ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. ഇതിൽ പോളിസി ഡ്യൂറേഷൻ 90 ഡേയ്സോ അല്ലെങ്കിൽ 180 ഡേയ്സോ കൊടുക്കാം. 180 ഡേയ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ബോർഡർ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡിയും കൊടുക്കാം. ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം അവിടെ ടിക്ക് മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ ശേഷം നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു എറർ വന്ന് കാണാം. ഇവിടെ നമ്മൾ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. എപ്ഷറിൽ നോക്കിയ ശേഷം അത് കറക്റ്റായിട്ട് വിസ എന്നാണ് എക്സ്പയർ ആവുന്നത്, അത് ഡേറ്റ് കൊടുക്കാം. അതിനുശേഷം താഴോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്തുള്ള പേജിൽ എത്തിയിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് സദാത് പേയ്മെൻറ്റ് വഴിയും, രണ്ടാമത്തെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ആപ്പിൾ പേ ഒക്കെ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ടു പേ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരുന്നതാണ്. ഒരാൾക്ക് ഏകദേശം 30 റിയാലോളം വരും ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുട്ടികളാണെങ്കിൽ കുറച്ച് കുറയും, 23 റിയാൽ ആവുകയുള്ളൂ കുട്ടികളെ ഇതിൽ. അപ്പോൾ നമ്മളൊരു OTP വന്നിട്ടുണ്ട്. OTP ഇവിടെ ടൈപ്പ് ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്താലാണ് അടുത്ത പേജിൽ പോവുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ വരുന്നത് കാണാം. ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഡെബിറ്റ് കാർഡിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സദാ പേയ്മെൻറ്റ് കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊസീഡ് ടു പേ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിൽ കാണാൻ എത്തിയിട്ടുണ്ടാകുക. ഇവിടെ നമുക്ക് ഒരു റെഫറൻസ് നമ്പർ കാണാം. ആ റെഫറൻസ് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് സെക്ഷനിൽ പോകണം. പേയ്മെൻറ്റ് സെക്ഷനിൽ സദാത് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് കാണാം സദാത് പേയ്മെൻറ്റ് എന്ന് കാണാം. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പുതിയൊരു ബില്ലർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണാം ആഡ് എന്നുള്ള ഓപ്ഷൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് കാണാം. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേബ്യൻ ഷീൽഡ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം. സബ്സ്ക്രൈബർ നമ്പർ എന്ന് കാണാം. അവിടെ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ നോട്ട് എന്ന് കാണും. അവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു OTP വരുന്നതാണ്. OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് എന്ന് കാണാം. അത് വീണ്ടും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് സെലക്ട് ബിൽ എന്ന് കാണാം. ഇതിൽ രണ്ട് ബില്ല് ഒന്ന് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചാണ്. അപ്പോൾ രണ്ട് ബില്ലും ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന് കൊടുക്കാം. അപ്പോൾ വീണ്ടും കൺഫേം എന്ന് കൊടുക്കാം. ഇപ്പോൾ ഒരു OTP വരുന്നതാണ്. OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് അടക്കാനുള്ള ഫീസ്, ഇനിയുള്ളത് എക്സ്റ്റൻഷൻ ഫീസാണ് അടയ്ക്കാനുള്ളത്. അതിനുവേണ്ടി മെയിൻ മെനുവിൽ പോവാം. അവിടെ കാണാം താഴെ കാണാം ഗവൺമെൻറ് പേയ്മെൻറ്റ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം.
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലർ എന്ന് കാണാം. ബില്ലർ എന്നുള്ളിടത്ത് നമ്മൾ റെസിഡൻസ് സർവീസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണാം എസ്റ്റന്റ് വിസിറ്റ് വിസ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അൺരജിസ്റ്റേർഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അൺരജിസ്റ്റേർഡ് ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ ബോർഡർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇപ്പം നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബോർഡർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പ്രൊസീഡിന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ എത്ര ബോർഡർ നമ്പർ ഉണ്ടോ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ഇങ്ങനെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും 100 റിയാലാണ് പെർ പാസ്പോർട്ടിന് 100 റിയാലാണ് ചാർജ് ആകുന്നത്. ഓക്കെ, ഒരെണ്ണം നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കൺഫേം അടിച്ചു. ഓക്കെ, ഇനി ഒരു OTP വരുന്നതാണ്. OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് എത്ര ഫാമിലീസ് മെമ്പേഴ്സ് ഉണ്ടോ അത്രയും ആൾക്കാർക്ക് നമ്മൾ ഇതേപോലെ പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ എപ്സർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എപ്സർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇലക്ട്രോണിക് സർവീസ് എന്ന് കാണാം ഏറ്റവും ടോപ്പിലായിട്ട്. അവിടെ നമുക്കിവിടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാണാം ഇവിടെ എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം മുകളിലായിട്ട് ഇവിടെ എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് വഴി ഡിസ്പ്ലേ ചെയ്ത് വരും. ഇവിടെ നമുക്ക് ഗ്രീൻ ബട്ടണിൽ കാണാം എക്സ്റ്റൻഡ് വിസിറ്റ് വിസ കാണാം. ഓരോന്നും നമ്മൾ ഇതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാകും, അത് ടിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കൺഫേം എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരെണ്ണം ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ എത്ര എണ്ണം ഉണ്ടോ അതൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക്വേർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ വിസിറ്റ് വിസ എക്സ്റ്റെൻഡ് ആയതായി കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.